കയമ്മ 89. എൻ്റെ കഴുത്തല്ലേ. ഹലോ, ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് പോകാൻ കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ അമ്മയും കൂടി ഉണ്ട്. അങ്ങനെ ജിയോ മാർട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ ഉച്ചയ്ക്ക് ശേഷം അജേട്ടനൊപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പറമ്പത്ത് വീട്ടിൽ. അപ്പോൾ മാങ്ങയും ചക്കയും ഒക്കെ ഈ ഒരു സമയം ഇതിൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ജിയോ മാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്, കുറച്ച് സമയം അവിടെ ലിഫ്റ്റിൻ്റെ അവിടെ നിന്നു കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് ആ വർക്കിംഗ് അല്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെയർ കയറുവാണ് കേട്ടോ. 1-2 സ്റ്റെയർ കയറണമായിരുന്നു, നമുക്ക് വയ്യായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ജിയോ മാർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏട്ടനകത്തേക്ക് കയറിയിട്ട് ആദ്യം ട്രോളിയും എടുത്തു വന്നിട്ട് അമ്പാടീനെ അതിലേക്ക് കയറ്റി ഇരുത്തി കേട്ടോ. അമ്മയ്ക്ക് അരിപ്പ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ബോക്സസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ചായയൊക്കെ അരിക്കുന്ന അരിപ്പേനെക്കാട്ടും കുറച്ചും കൂടെ വലിയ അരിപ്പയായിരുന്നു വേണ്ടത് കേട്ടോ. വലിയ സൈസിലുള്ളത്, ചെറിയ കുഞ്ഞു കണ്ണിയുള്ളത് മതി. പക്ഷേങ്കിൽ കുറച്ച് വലിയ അരിപ്പയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ അത് നോക്കിയപ്പോഴത്തേക്കും അവിടെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വിത്ത് ഫാമിലി ആയിട്ട് കേട്ടോ. അമ്മേൻ്റെ കൂടെ ഞാൻ മുൻപും ഇതേപോലെ തവണ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ അമ്മേൻ്റെ കൂടെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ഗാലക്സിയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ പോവാറ്. അപ്പോൾ ഈ ജിയോ മാർട്ട് വന്നേ പിന്നെ ഞങ്ങൾ ഇവിടത്തേക്കായി വരവ്. അങ്ങനെ ഇവിടുന്ന് കടലയും ചെറുപയറൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. കാവുളി കടലക്കൊക്കെ 146 രൂപയാണ് കേട്ടോ. അങ്ങനെ അതെടുത്തില്ല, ചെറുപയർ 1 കിലോ മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ ബിരിയാണി റൈസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു കേട്ടാ ബിരിയാണി റൈസ്. ബിരിയാണി റൈസ് വേണം അതിന്. ഇതാണോ? 59. കയമ്മ 89. എൻ്റെ കഴുത്തല്ലേ. ആട്ടപ്പൊടി. അങ്ങനെ 2 കിലോ ബിരിയാണി റൈസും അതേപോലെ ആട്ടപ്പൊടിയൊക്കെ വേണമെന്ന് ഞാനിങ്ങനെ അജേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മസാലപ്പൊടികളൊക്കെ തീരാനായി എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ലിസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനിങ്ങനെ ഓടി വന്ന് ഇങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒരു ചിക്കൻ മസാലയും പിന്നെ ഈസ്റ്റേൻ്റെ ഒരു ബിരിയാണി മസാലയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബിരിയാണി മസാല അടിപൊളിയാണ്. അത് വെച്ചിട്ട് ഞാൻ ചിക്കൻ കറിയും അതേപോലെ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട ഗ്രാമ്പൂ ഏലക്കായി അതൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. ഞാൻ പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. തീരാറായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മല്ലി വാങ്ങിച്ച് പൊടിപ്പിക്കാമെന്ന് ഇങ്ങനെ അമ്മ പറയുമായിരുന്നു കേട്ടോ. അതാണ് ലാഭം, അല്ലാണ്ട് ഇത് ഒത്തത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആശീർവാദിൻ്റെ ആട്ട നോക്കി എടുക്കുന്നത്. അങ്ങനെ അത് ഒരു 5 കിലോൻ്റെ എടുത്തു കേട്ടോ. കാരണം അത് കുറേ കാലം നമുക്ക് എത്തും. അങ്ങനെ അമ്മയ്ക്ക് ഒരു ചെറിയ പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഗുഡ് ലൈഫിൻ്റെ ഒക്കെ ഉള്ളൂ കേട്ടോ. ആശീർവാദിൻ്റെ ഇല്ല, അതുകൊണ്ട് അത് എടുക്കണ്ട, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അതൊരെന്നാണ്ട് ഇതാ റെഡ് ബുള്ളാണ്. ഇപ്പം ശരിക്കും എനിക്ക് സമയം കിട്ടാത്തത് പോലെയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും ജോലിയും എല്ലാം കൂടി ആയിട്ട് അവ്യൽ പരുവത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രൂ കോഫി ഒന്നും കുടിക്കാറില്ല കേട്ടോ. കുറച്ച് നാളായി ഇപ്പോൾ കുടിക്കുകയൊക്കെ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോട്ടിൽ നോക്കുമായിരുന്നു. ബോട്ടിൽ കാണാത്ത പിന്നെ ഞാനിത് ഒരു ചെറിയ ബ്രൂവിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ഒരു ലേസിൻ്റെ വലിയ പാക്കറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് വരെ എനിക്ക് തന്നില്ല കേട്ടോ. ദുഷ്ടൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ സ്കൂൾ ബാഗിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. നമ്മളിതാ ലിഫ്റ്റ് കയറി മറ്റൊരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ സാധനങ്ങൾക്കൊന്നും അടുത്തൂടാ കേട്ടോ, അങ്ങനെ തീ പിടിച്ച വിലയാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അരിപ്പം നോക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറേ പ്ലേറ്റുകളൊക്കെ കണ്ടേ പിന്നെ ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചോളം കണ്ടേ പിന്നെ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ജിയോ മാർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നും ഉരുളക്കിഴങ്ങും അതേപോലെ നമ്മുടെ വലിയ സവാളയൊക്കെ ഈ ഇങ്ങനത്തെ ഒരു കെട്ടങ്ങ് എടുക്കും കേട്ടോ. 1-2 കിലോ ഉരുളക്കിഴങ്ങ് 1 കിലോൻ്റെ അടുത്തൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അവർ കെട്ടിവെച്ച് എടുക്കാണ്ട് ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടെ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബീട്രൂട്ടാണ് എടുക്കുന്നത്. കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നി കേട്ടോ ബീട്രൂട്ട്. അങ്ങനെ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ നോക്കിയെടുക്കുമായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് തക്കാളി എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒന്നാമത് ഞാൻ ഇന്ന് ലിസ്റ്റ് ഉണ്ടാക്കാത്ത കാരണം പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു. അമ്മ വന്നേ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു, നമുക്കും വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കിയതുമില്ല. പിന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് കണ്ടേ പിന്നെ അങ്ങ് നോക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പച്ചമുളക് ഒരു വാരി ഞാൻ എടുക്കുമായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അതൊക്കെ തന്നെ. പിന്നെ ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിൽ തീ പിടിച്ച വിലയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ മൊത്തം ഈ ഒരു മാമ്പഴം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനൊക്കെ തോന്നുമെങ്കിലും ഞങ്ങൾ നോക്കിയെങ്കിലും എടുത്തില്ല കേട്ടോ. ഞാൻ മാത്രമാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അജേട്ടനും അമ്മയും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മാങ്ങ സീസൺ കാലത്ത് മാമ്പഴം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ പലതരം മാങ്ങ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുവാണെങ്കിലും ഒരെണ്ണം പോലും ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ എനിക്ക് പെന്ന് വേണമായിരുന്നു ഇങ്ങനെ സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ പുറത്തുനിന്ന് മേടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഒരു ഹെയർ കളർ എടുത്തു കേട്ടോ ഗോദ്റേജിൻ്റെ. പിന്നെയാണെങ്കിൽ ഒരു സെക്ഷൻ മൊത്തം ഷാമ്പൂ ഹെയർ കണ്ടീഷണറും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും അങ്ങ് അധികം പോയില്ല. പിന്നെ എനിക്ക് ഒരു മാറ്റ് വേണമായിരുന്നു, അതെടുത്തു. പിന്നെയാണെങ്കിൽ സോപ്പ് പൊടി, അതേപോലെ എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് അലയ്ക്കുമ്പോഴുള്ള സൊല്യൂഷൻ ഇല്ലേ, നമുക്ക് അലക്കാനുള്ള സൊല്യൂഷൻ, അത് മേടിച്ചു. പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ എന്തായിരുന്നു അതിന് പറയുക, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ടച്ച് ആയിരുന്നോ, അങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഓഫർ പ്രൈസിന്. അപ്പോൾ ഒന്ന് മേടിച്ച ഒന്ന് ഫ്രീ എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നോക്കി അഫോർഡബിൾ റേറ്റിനുള്ളത് നോക്കി എടുക്കുമായിരുന്നു. വെള്ളം വേണേ, വെള്ളം എടുത്തിട്ട് മോന് വെള്ളം തോന്നുന്നു. വെള്ളം കുടിക്കൂല, നല്ല ഇഷ്ടമല്ല. 49 ഓഫറും കഴിച്ച് 149. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികളൊക്കെ നമ്മൾ മേടിച്ചതിന് ശേഷം അജേട്ടൻ പറഞ്ഞു എനിക്ക് വേണേൽ ഒരു ഡയറി മിൽക്ക് മേടിച്ചു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാനിതൊരു ഫ്ലേവർ എടുത്തു കേട്ടോ. അത് കണ്ടേ പിന്നെ അമ്പാടിയുടെ സ്വഭാവം മൊത്തം മാറിയിട്ടോ. എന്താ വേണ്ടാത്ത അതുവരെ ലേസ് കഴിച്ചുകൊണ്ടിരുന്നവൻ അതെനിക്ക് വേണ്ട, ഇനി ഡയറി മിൽക്ക് മതി എന്നായിരുന്നു കേട്ടോ അവൻ്റെ ഭാവം. എന്നിട്ട് അതെൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചു. അത് കവർ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ അജേട്ടൻ സെറ്റിലാക്കി. ഞാൻ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മുടെ ട്രോളിക്കകത്തേക്ക് വലിച്ചിട്ടു കേട്ടോ. അതിനുശേഷം ഞാനിത് ബില്ലൊക്കെ നോക്കുമായിരുന്നു. പിന്നെയാണെങ്കിൽ ഇത് വീട്ടിൽ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഏട്ടനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പാടിക്ക് അത് പൊളിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഞാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽപ്പിച്ചു കേട്ടോ. വണ്ടി കയറിയിട്ട് എടുക്കാം, കാരണം കയ്യിലൊക്കെ ഇങ്ങനെ അത് എന്താ പറയുക പറ്റിച്ച് വെക്കും എന്ന് അറിയുന്നുണ്ട്. ഞാൻ പൊളിച്ചു കൊടുത്തില്ല. നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിതാ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. നേരെ ഇനി പോകുന്നത് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വടകര സ്റ്റോർ വരെ ഒന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്ന് ഷോപ്പ് തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും അവിടുത്തെ ഭംഗിയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തേന്നും. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ വടകര സ്റ്റോറിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ
അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു നെക്സ്റ്റ്. അങ്ങനെ ഞങ്ങൾ എവിടെ പോകണം എന്നുള്ളത് അത്ര പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി കുറച്ചിങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും അമ്പാടീൻ്റെ ഡയറി മിൽക്ക് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് തട്ടിപ്പറിച്ച് രാജേട്ടൻ അമ്മയ്ക്കും എനിക്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയിപ്പം ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് സവിതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റെയറൊക്കെ കയറി വാഷ് ചെയ്യാണ് കൈ കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട് ഞാനും അജേട്ടനും ഒക്കെ കേട്ടോ. ഇന്നിപ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡ്, അതായത് ആ ഒരു വ്യൂ കിട്ടുന്ന തരത്തിലുള്ള അവിടെ സീറ്റ് ഓൾറെഡി വേക്കൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറിയിരുന്നു നമ്മളിതാ. അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരേ ഒരു ഫുഡ് ഐറ്റമാണ് ഈ ചപ്പാത്തിയും അതേപോലെ സവിത ചിക്കനും കേട്ടോ. അങ്ങനെ അതൊരു ഫുള്ളായിരുന്നു, ഹാഫായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് ഓർഡർ ചെയ്തു, ഞങ്ങൾ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അമ്പാടി ശരിക്കും കഴിച്ചതുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാർസൽ ചെയ്തു, വീട്ടിലേക്ക് പോയിട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് പാർസൽ ചെയ്യിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയിപ്പം അമ്മിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്, ഏതായാലും അച്ചുവിൻ്റെ അടുത്ത് പോകാമെന്നുള്ളത്. കാരണം നമ്മൾ അവൾക്ക് ചക്കയും മാങ്ങയൊക്കെ കൊടുക്കുകയും വേണം. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അമ്പാടിയും മെസമോളും അവിടെ നിന്ന് കളിയായിരുന്നു കേട്ടോ. അവിടെ എത്തിയ ഭയങ്കര സ്നേഹപ്രകടനവും കുറച്ച് കഴിഞ്ഞാൽ കുറുമ്പും തുടങ്ങും കേട്ടോ രണ്ടാളും. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അജേട്ടനും ഞാനും അമ്പാടിയും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മേനെയാണെങ്കിലും മടപ്പള്ളിയും ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ പിന്നെ അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടേ. പിന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഡ്രസ്സല്ല, അത് ഡ്രസ്സല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.